أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد النكرة والمعرفة നക്കിറയും മാരിഫയുമായി ബന്ധപ്പെട്ട പാഠമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ദമീറുകളെക്കുറിച്ചും അതുപോലെ അലമുകളെക്കുറിച്ചും മൗസൂലുകളെക്കുറിച്ചും ചർച്ച കഴിഞ്ഞു. ഇനി അസ്മാഉൽ ഇഷാറത്തിൻ്റെ ഇസ്മുകളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മാരിഫുകളിൽപ്പെട്ട നാലാമത്തെ ഇനമാണ് അസ്മാഉൽ ഇഷാറ. അസ്മാഉൽ ഇഷാറ തദുല്ലു അല മുഅയ്യനിൻ മുഷാറ് ഇലൈഹി. ഒരു മുഷാറ് ഇലൈഹിയായ ഒരു മുഅയ്യനിനെ സൂചിപ്പിക്കാനാണ് ഇസ്മുൽ ഇഷാറകൾ ഉണ്ടാവാറ്. മുഷാറ് ഇലൈഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടി കാണിക്കപ്പെടുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി, അതൊക്കെയാണ് മുഷാറ് ഇലൈഹി എന്ന് പറയാം. അഷാറ യുഷീറു ഇഷാറത്തൻ എന്നൊക്കെ പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു മുഅയ്യനായ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയൊക്കെ മേൽ അറിയിക്കുന്ന ഒന്നാണ് ഈ ഇഷാറത്തിൻ്റെ ഇസ്മുകൾ. ഇഷാറത്തിൻ്റെ ഇസ്മുകൾ പല ഇസ്മുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ദാ, ദിഹ്, ദാനി, താനി, ഉലായി. ഇതൊക്കെ ഇസ്മുൽ ഇഷാറകളാണ്. ഇതിലെ ഒന്നാമത്തെ ദാ എന്നുള്ളത് ലിൽ മുഫ്രദിൽ മുദക്കറായ മുഫ്രദിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇസ്മുൽ ഇഷാറയാണ് ദാ എന്നുള്ളത്. ഉദാഹരണത്തിന് ഹാദ കിതാബുൻ നാഫിഉൻ. ഹാദ ഇത് കിതാബുൻ നാഫിഉൻ ഉപകാരപ്രദമായ ഒരു കിതാബാണ്. അപ്പോൾ കിതാബ് മുദക്കറാണ്, ഒറ്റ കിതാബേ ഉള്ളൂ, മുഫ്രദായ ഒറ്റ കിതാബാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഇഷാറത്ത് ചെയ്യാനാണ് ഇവിടെ ദാ എന്നത് ഉപയോഗിച്ചത്. അതിൻ്റെ കൂടെ കാണുന്ന ഹ എന്നുള്ളത്, തുടക്കത്തിലുള്ള ഹ എന്നുള്ളത് തംബീഹിൻ്റെ ഹ ആണ്. അത് ഇഷാറത്തിൻ്റെ ഇസ്മ അല്ല, ഇസ്മിൽപ്പെട്ടതല്ല. ഹ എന്നുള്ളത് തംബീഹിൻ്റെ ഹ ആണ്. അതിൽ ദാ എന്നുള്ളതാണ് അൽ ഇഷാറത്തിൻ്റെ ഇസ്മ. അതാ കിതാബുൻ നാഫിഉൻ. ഇനി ദിഹ് എന്നുള്ളത് ലിൽ മുഫ്രദത്തിൽ മുഅന്നസായ ഒരു സ്ത്രീലിംഗമായ ഒരു മുഫ്രദത്തിനുള്ളതാണ് ദിഹ് എന്നുള്ളത്. ഇവിടെ ദി, ദിഹ്, താ, തിഹ് ഇങ്ങനെയൊക്കെ ഒരുപാട് രൂപങ്ങൾ ഇതിനുണ്ട്. ഈ മുഅന്നസായ മുഫ്രദിന് ഒരുപാട് ഇസ്മുൽ ഇഷാറകളുണ്ട്. സാധാരണ ഉപയോഗിക്കാറുള്ളത് ദിഹ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാദിഹി ഹുജ്റത്തുൻ നാഫിഅത്തുൻ. ഹാദിഹി ഹുജ്റത്തുൻ, ഇതൊരു മാളമാണ്. ഹുജ്റത്താണ് മാളം എന്നർത്ഥം. വാസിയത്തുൻ വിശാലമായ ഒരു മാളമാണ്. ഹുജ്റത്ത് എന്നുള്ളത് റൂം, മാളം എന്നൊക്കെ അർത്ഥമുണ്ട്. അത് മുഅന്നസാണ്, ഒറ്റ പദമാണ്, മുഫ്രദായ പദമാണ്. അതുകൊണ്ട് ഹാദിഹി. ഇനി ദാനി എന്നുള്ളത് ലിൽ മുസന്നൽ മുദക്കർ, പുല്ലിംഗമായ രണ്ടെണ്ണത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന മുസന്നക്ക് വേണ്ടിയിട്ടാണ് ദാനി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഹാദാനി വലദാനി മുഹദ്ദബാനി. ഇവർ രണ്ടുപേർ വലദാനി, രണ്ട് ആൺകുട്ടികളാണ്. മുഹദ്ദബാനി നല്ല സംസ്കാര സമ്പന്നരായ ആൺകുട്ടികളാണ്. അടുത്താണ് താനി. താനി എന്നുള്ളത് ലിൽ മുസന്നൽ മുഅന്നസായ സ്ത്രീലിംഗമായ മുസന്നക്കുള്ളതാണ്. ഉദാഹരണം ഇന്ന ഹാത്തൈനി ബിൻതാനി മുത്തിയത്താനി. ഇന്ന ഹാത്തൈനി, തീർച്ചയായും ഈ രണ്ട് സ്ത്രീകൾ, ബിൻതാനി മുത്തിയത്താനി, അവർ അനുസരണയുള്ള രണ്ട് പെൺകുട്ടികളാകുന്നു. അടുത്തത് ഉലായി. ഉലായി എന്നുള്ളത്
ലി ജംഇൽ ഉഖലാഇ ബുദ്ധിയുള്ള ജംഇനാണ് ഉലാഇ ഉപയോഗിക്കുക. അത് മീൻ ദുക്കൂരിൻ വ ഇനാസിൻ ആണിനും ഉപയോഗിക്കും പെണ്ണിനും ഉപയോഗിക്കും ഉലാഇ എന്നുള്ളത്. ഉദാഹരണത്തിന് ഹ ഉലാഇ സുന്നാഉൻ മാഹിറൂൻ, അത് മുദക്കറിന് ഉപയോഗിച്ചതാണ്. ഹ ഉലായി ഇക്കൂട്ടർ, സുന്നാഉൻ അവർ ജോലിക്കാരാണ്, നിർമ്മാണ തൊഴിലാളികളാണ്, മാഹിറൂന നല്ല നിപുണരായ വ്യവസായികളാണെന്ന് കരുതും, നല്ല നിപുണരായ. ഹ ഉലായി ബനാത്തുൻ നവീഫാത്തുൻ, അത് മുഅന്നസിന് ഉപയോഗിച്ചതാണ്. ഇക്കൂട്ടർ ബനാത്തുൻ പെൺകുട്ടികളാണ്, നവീഫാത്തുൻ നല്ല വൃത്തിയും വെടിപ്പുള്ള പെൺകുട്ടികളാകുന്നു. ഇതൊക്കെയാണ് അസ്മാഉൽ ഇഷാറകൾ. പിന്നെ ഉഖല അല്ലാത്ത ജം ആവുമ്പോൾ ഈ നമ്മൾ ദിഹ് എന്നുള്ളതാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഹാദിഹി അസ്ജാറുൻ, ഇങ്ങനെയൊക്കെ ഒയറു ഉഖല ആയിട്ടുള്ള ജം ആവുമ്പോൾ അതിന് വഹദാൻ മുഅന്നസ് ആയിട്ടാണ് അതിൻ്റെ ഉപയോഗം. അത് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, എല്ലായിടത്തും ഇത് ബാധകമാണ്. ഇതിലെ മുസന്നക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദാനി താനി ഇത് രണ്ടും യുർഫഅനി ബിൽ അലിഫി വയുൻസബു വയുജറു ബിൽ യാഇ. ദാനിയും താനിയും യുർഫഅനി അവർക്ക് റഫ് ചെയ്യപ്പെടും ബിൽ അലിഫി, അലിഫ് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വയുൻസബാനി അവ രണ്ടു പേർക്കും ദാനിക്കും നസ്ബ് ചെയ്യപ്പെടും. വയുജറാനി രണ്ടിനും ജറും ചെയ്യപ്പെടും ബിൽ യാഇ യാ കൊണ്ട്. റഫിൻ്റെ അവസരത്തിൽ ദാനി എന്ന്, നസ്ബിൻ്റെയും ജറിൻ്റെ ഒക്കെ അവസരത്തിൽ ദൈനി എന്നാണ് പറയാം. റഫിൻ്റെ അവസരത്തിൽ താനി എന്ന് പറയും, നസ്ബിൻ്റെയും ജറിൻ്റെ ഒക്കെ അവസരത്തിൽ തേനി എന്ന് പറയും. കൽ മുസന്ന മുസന്നയെ പോലെ ഉള്ള ഒരു ഇറാബാണ് ഇതിനുണ്ടാവുക. ഉദാഹരണം ഹാദാനി വലദാനി മുഹദ്ദബാനി. ഹാദാനി ഇവ രണ്ടുപേർ, വലദാനി ആൺകുട്ടികളാണ്, മുഹദ്ദബാനി നല്ല സംസ്കാര സമ്പന്നരായ ആൺകുട്ടികളാകുന്നു. ഇവിടെ ഹാദാനി എന്നുള്ളത് മർഫൂഉൻ ബിൽ അലിഫ്, കാരണം മുബ്തദ ആണല്ലോ, അതുകൊണ്ട് അലിഫ് കൊണ്ടാണ് റഫ്. ഔ മബ്നിയുൻ അലൽ അലിഫ്. രണ്ട് അഭിപ്രായമുണ്ട്. ഹാദാനി എന്നുള്ളത് അലിഫ് കൊണ്ട് റഫ് ആണ്, അല്ലെങ്കിൽ അലിഫിൻ്റെ മേൽ മബ്നിയാണ്. ഇന്ന ഹാത്തൈനി ബിൻതാനി മുത്തിയത്താനി. ഇന്ന ഹാത്തൈനി ഇവ രണ്ട് പേർ, ബിൻതാനി മുത്തിയത്താനി. അവിടെ ഇന്നയുടെ ഇസ്മായിട്ടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് യാ കൊണ്ടാണ് അവക്ക് നിസ്ബുള്ളത്. ഇനി മബിനിയാണെന്ന് അഭിപ്രായമുണ്ട്, അതനുസരിച്ച് യാ ഇന്നമേൽ മബിനി എന്ന് പറയും. അതുപോലെ മറർത്തു ബി ഹാദൈനി റജുലൈനി, അവിടെ ബാ ജറ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ യാ കൊണ്ട് ജറ് അത് മബിനിയാണെന്ന അഭിപ്രായ പ്രകാരം യാ ഇന്നമേൽ മബിനി. ഇങ്ങനെയാണ് ഈ ഹാദാനി ഹാത്താനി ഒക്കെ വരാം, ഈ ഇറാബുകൾ വരാം. ഒക്കെ ക്ലിയർ ആണോ? ഇതുമായി ബന്ധപ്പെട്ട അല്പം ചില ചോദ്യങ്ങളാണ് ഇനി ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, യകൂനു ഇസ്മുൽ ഇശാറത്തി ലിൽ മുസന്നൽ മുഅന്നഫി ഫി ഹാലത്തി റഫ്ഇ ഡാഷ്. يكون اسم الإشارة للمثنى المؤنث في حالة الرفع. ഓക്കെ, ആദ്യം ഈ മുസന്നക്ക് വേണ്ടിയിട്ടുള്ള ഇസ്മുൽ ഇശാറ ഏതാണ് ഇസ്മുൽ ഇശാറ? ലിൽ മുസന്നൽ മുഅന്നസ് ആണ്, ലിൽ മുസന്നൽ മുഅന്നസ്. ഹാത്താനി എന്നുള്ളതാണ്.
അപ്പോൾ റഫിൻ്റെ അവസരത്തിൽ ബിൽ അലിഫി അലിഫ് കൊണ്ടാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം, ഹാദ ത്വാലിബു ലം യകുൻ മരീദൻ ബദ്ദിൽ മാ തഹ്തഹു ഖത്തുൻ ബിത്തുല്ലാബ് വ അഇദ് കിതാബത്തുൽ ജുംല. ചോദ്യം, ഹാദ ത്വാലിബു ഈ വിദ്യാർത്ഥി ലം യകുൻ മരീദൻ അവൻ രോഗി ആയിട്ടില്ല, രോഗിയായിരുന്നില്ല. ഇവിടെ ബദ്ദിൽ മാ തഹ്തഹു ഖത്തുൻ അടിവരയിട്ടതിനെ മാറ്റം വരുത്തണം. ബി തുല്ലാബ് ഈ ത്വാലിബ് എന്നുള്ള അടിവരയിട്ടതിനെ മാറ്റിയിട്ട് തുല്ലാബി എന്നാക്കണം. എന്നിട്ട് വ അഇദ് മടക്കി എഴുതണം കിതാബത്തുൽ ജുംല ഈ ജുംലയുടെ എഴുത്ത് മടക്കി എഴുതണം. ത്വാലിബിൻ്റെ സ്ഥാനത്ത് തുല്ലാബ് എഴുതിയിട്ട് ജുംല മടക്കി എഴുതണം. ഇതിൽ എത്രാമത്തെ ഓപ്ഷനാണ് വരിക? ഓക്കെ, 4 ശരിയായിട്ട് വരിക അല്ലേ. ഹ ഉലായി തുല്ലാബു ലം യകൂനു മറുള്ള എന്നാണ് വരിക. രണ്ടാമത്തെ ഓപ്ഷനിലും ഹ ഉലായി തുല്ലാബ് ഉണ്ട്, പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനിൽ അതെ ജസ്മിന് വേണ്ടി അവിടെ നൂനെ കളഞ്ഞിട്ടില്ല. ഈ മറുള്ള എന്നുള്ളത് മരീദിൻ്റെ ജമ്മാണ് മറുള്ള കേട്ടോ. രോഗികൾ എന്നാണ് മറുള്ള എന്നതിന് അർത്ഥം. മരീദ് രോഗി, മറുള്ള രോഗികൾ. അതുപോലെ ജരീഹ് മുറിവുള്ള ആൾക്ക് ജരീഹ് എന്നറിയും. ജറഹ മുറിവേറ്റവർ. ഖത്തീൽ കൊല ചെയ്യപ്പെട്ടവൻ. ഖത്ല കൊല്ലപ്പെട്ടവർ. അതൊക്കെ നമ്മൾ ജമ്മു തക്സീറിൻ്റെ ബാബിൽ പഠിക്കാനുള്ളതാണ്. ജംഇൻ്റെ ഓരോ വസനുകളൊക്കെ. എങ്ങനെ ആ അതെ ജം ആവുമ്പോൾ അതിനനുസരിച്ച് അതിലേക്കുള്ള മീർ മടങ്ങാണല്ലോ. തുല്ലാബിലേക്കുള്ള മീർ മടങ്ങുമ്പോൾ ഫീല് ജമ്മാക്കണം. യകൂനു ഇഷാറത്തിൻ്റെ ഇസ്മ ഹ ഉലായി ഉലായി എന്നുള്ളതാണല്ലോ ജംഇനേക്ക് ഇഷാറത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ വിദ്യാർത്ഥികൾ അവരായിട്ടില്ല. ഏതോ സ്ഥലത്ത് ഫീലിനെ മാറ്റേണ്ടില്ല എന്ന് പറഞ്ഞേ. അത് ഫിഅൽ ആദ്യം വന്ന് ഫായില് പിന്നെ വരുമ്പോൾ ഓക്കെ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ തുല്ലാബ് പറഞ്ഞിട്ട് അതിലേക്ക് ലമീർ മടങ്ങ ചെയ്യണത്. ലം യകൂനു ലമീർ മടങ്ങാതെ ലാഹിറായ ഇസ്മ ഫായിലായിട്ട് വരുമ്പോൾ ഫീലിനെ ജമ്മാക്കേണ്ടതില്ല. ഇപ്പോൾ ലം യകുനി തുല്ലാബു എന്നാ പറയാ. ലം യകുനി തുല്ലാബു തുല്ലാബ് ശേഷം വരുമ്പോൾ അല്ല നമ്മൾ ഫായിലാ നോക്കണതേ. അതായത് ഇപ്പോൾ കാനാകുമ്പോൾ കാനൻ്റെ ഇസ്മ നോക്കണത്. മറുള്ള അതിൻ്റെ ഖബറാണല്ലോ. യകൂനു കാനൻ്റെ ഇസ്മ തുല്ലാബിലേക്ക് മടങ്ങുന്ന ലമീറാണ്. അതുകൊണ്ട് ഫീലിനെ ജമ്മാക്കണം. ഈ മരീലൻ എന്നുള്ളതിന് മറന്നാക്കാനുള്ള കാരണം ജംഇനെ കുറിച്ചാണല്ലോ ഖബർ പറയണത്. തുല്ലാബിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഖബറു ജമ്മാവണ്ടേ. തുല്ലാബിനെ കുറിച്ചാണ് പറയണത്. ലം യകുനു തുല്ലാബ്. തുല്ലാബ് ആയിട്ടില്ല. എന്തായിട്ടില്ല? മറുള്ള. കുറേ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഖബറും ജമ്മാക്കണമല്ലോ. ഇതിൽ തർക്കിബ് ഹ ഉലാഇ എന്നുള്ളത് മുബ്തദ ആണ്. ഹ എന്നുള്ളത് തംബീഹിൻ്റെ ഹ ആണ്. ഉലാഇ മുബ്തദ. അതിൽ നിന്ന് ബദലോ അല്ലെങ്കിൽ അത്തുഫ് ബയാനോ ഒക്കെ ആക്കാൻ പറ്റും തുല്ലാബിനെ. ഇനി വേണമെങ്കിൽ സിഫത്തും ആക്കാം. അപ്പം മുബ്തദായിട്ടുള്ളൂ. എൻ്റെ ഖബർ ഏതാണ്? ലം യകൂനു മറുള്ള എന്ന ജുംല മൊത്തമാണ് ഈ ഹ ഉലാഇ തുല്ലാബ് എന്ന മുബ്തദൻ്റെ ഖബർ. ഈ ജുംലയാണ് ഖബർ. ലം യകൂനു മറുള്ള എന്ന ജുംല. ഇനി ആ ജുംലയിൽ കാനയുടെ ഇസ്മാണ്. അതിൻ്റെ വാവ് അതിൻ്റെ ഖബറാണ് മറുള്ള എന്നുള്ളത്.
അടുത്ത ചോദ്യം അക്മിലിൽ ഫറാവ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. ഇന്ന ഹാത്തൈനി ഹാത്തൈനിയ ഓക്കെ. ഇന്ന ഹാത്തൈനി വർദ്ധത്താനി മുഫത്തഹത്താനി അല്ലേ. ഇവിടെ ഹാദിഹി പറ്റുമായിരുന്നു, പക്ഷേ ഖബർ മുസന്ന ആയതുകൊണ്ട് പറ്റില്ല. ഇന്നൻ്റെ ഇസ്മിന് നസ്ബ് ആണല്ലോ, അപ്പോൾ ഹാത്തൈനി എന്നാണ് ഉണ്ടാകും. പിന്നെ അടുത്ത ചോദ്യം ഇന്ന ഡേഷ് മുജ്തഹിദത്താനി. ഇന്ന ഡേഷ് മുജ്തഹിദത്താനി. ഇവിടെ ഏതാണ് ഓപ്ഷൻ വരാം? ഇന്ന ഡേഷ് മുജ്തഹിദത്താനി. അതെ, സെയിം ആൻസർ ആണല്ലേ, നേരത്തെ പറഞ്ഞ ചോദിച്ച അതേ ചോദ്യമാണ്. അതിലെ ഖബറൊന്ന് മാറിയെന്നേ ഉള്ളൂ. ഓക്കെ. ഇന്ന ഹാത്തൈനി മുജ്തഹിദത്താനി. ഓക്കെ. അപ്പോൾ ഇസ്മുൽ ഇശാറകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞു. എന്തെങ്കിലും സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഇസ്മുൽ ഇശാറയുമായി ബന്ധപ്പെട്ട് ദൂരത്തേക്ക് അങ്ങനെ എന്തോ ഇല്ലേ, എന്തോ കൊടുക്കുന്നോ അടുത്തേക്ക് ലാമ് കൊടുക്കാറുണ്ട്. ലാമ് ഇപ്പോൾ ദാ എന്നുള്ളത് ഖരീബിലേക്ക് ഇഷാറത്താണ്. ദാലിക്ക അവിടെ ലാമ് ബുഴുദിൻ്റെ ലാമാണ്, ബുഴുദിലേക്ക് അറിയിക്കാൻ വേണ്ടി ലാമ് കൊടുക്കാറുണ്ട്. അപ്പോൾ ദാലിക്ക അത് എന്ന് അർത്ഥം കിട്ടും. ഹാദ എന്ന ഇത് എന്നാണ്, ദാലിക്ക അത്. ആ ലാമ് ആണ് അവിടെ ബുഴുദിന് വേണ്ടി ബഴീദിലേക്ക് ഇഷാറത്താക്കാൻ വേണ്ടി ഒരു ലാമ് കൂട്ടി കൊടുക്കാറുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ചോദ്യങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ഇറാബുമായി ബന്ധപ്പെട്ട ഇത്തരം ചെറിയ ചോദ്യങ്ങളെ വരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് പറയാത്തതാണ്. പിന്നെ അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി. അലിഫ് ലാമ് കൊണ്ട് മാരിഫാക്കപ്പെട്ടത്. നമ്മുടെ മാരിഫകളിലെ 5ാമത്തെ ബാബാണ് അൽ മുഅറഫു ബിൽ അലിഫി വല്ലാം. മൊത്തം 6 ബാബുകളുണ്ട്. അതിൽ 5ാമത്തെ ബാബ്. ഇദാ ദഖലത്തിൽ അലിഫു വല്ലാമു, അലിഫ് ലാമു പ്രവേശിച്ചാൽ, അതായത് ലാമു തഅരീഫ് എന്നത് പേരുണ്ട് ഇതിന്, തഅരീഫിൻ്റെ ലാമ്. അതിൽ 2 അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഇതിൽ അലിഫ് ലാമിലെ അലിഫും ലാമും കൂടിയതാണോ തഅരീഫിനാണ് ഉപയോഗിക്കുക, അല്ല അതിലെ ലാമ് മാത്രമാണോ? പിന്നെ അലിഫ് എന്ന് പറഞ്ഞാൽ പിന്നെ തുടക്കത്തിൽ ഒരു വസലിൽ അലിഫ് ഹംസ വെറുതെ വന്നതാണ്, ലാമ് മാത്രമാണ് തഅരീഫിൻ്റെ അക്ഷരം. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതാണ്ട് അലിഫ് ലാമ് പ്രവേശിച്ചാൽ അലസ്മിൻ നക്കിറത്തിൻ, നക്കിറയായ ഇസ്മിൻ്റെ മേൽ പ്രവേശിച്ചാൽ സ്വാറ മാരിഫത്തൻ, അത് മാരിഫയായി തീരും. ദാലത്തൻ അൽ മുഅയ്യൻ, ഒരു മുഅയ്യനിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു മാരിഫയായി അത് മാറും. ഉദാഹരണത്തിന് ഇൻകസറൽ മിസ്ബാഹു, ഇൻകസറൽ മിസ്ബാഹു, ആ മിസ്ബാഹ് പൊട്ടി, വിളക്ക്, മിസ്ബാഹ് വിളക്ക്. ആ പ്രത്യേകമായ നമുക്ക് അറിയപ്പെടുന്ന ഒരു മുഅയ്യനായ ഒരു മിസ്ബാഹിലേക്ക് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇൻകസറൽ മിസ്ബാഹു എന്ന് പറയാം. അല്ലാതെ ഏതോ ഒരു വിളക്ക് പൊട്ടി എന്നർത്ഥത്തിന് ഇൻകസറ മിസ്ബാഹുൻ എന്ന് നെക്കിറയായി പറഞ്ഞാൽ മതി. ഫാസത്തിൽ മദ്രസത്തു ഫിസ്സിബാഖ്, അൽ മദ്രസ ആ വിദ്യാലയം വിജയിച്ചു, ഫിസ്സിബാഖ് മത്സരത്തിൽ, കലോത്സവത്തിലോ മറ്റൊക്കെ ഇന്ന സ്കൂള് ജേതാവായി. അപ്പോൾ അറിയപ്പെട്ട നമ്മുടെ 2 പേരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട ആ മദ്രസ വിജയിച്ചു, ഫിസ്സിബാഖ് നമ്മൾ ഉദ്ദേശിക്കുന്ന അറിയപ്പെട്ട ആ മത്സരത്തിൽ. ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക മദ്രസ പ്രത്യേകം ഒരു മത്സര ഉദ്ദേശം ഉണ്ടാകുമ്പോഴാണ് അസ്സിബാഖ് അല്ലെങ്കിൽ അൽ മദ്രസ എന്നൊക്കെ പറയാം. ഈ പരിചയമുള്ളത് ഒന്നുകിൽ നേരത്തെ പരാമർശിച്ചത് കൊണ്ട് പരിചയമുള്ളതാവാം, അല്ലെങ്കിൽ പരാമർശിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലുള്ള 2 പേരുടെയും മനസ്സിലുള്ള, പറയുന്ന ആളുടെയും കേൾക്കുന്ന ആളുടെയൊക്കെ മനസ്സിലുള്ള
സന്ദർഭത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. വഖഅത്തിൽ ഖുറത്തു ഫിന്നഹിരി, ആ പന്ത് വീണു ഫിന്നഹിരി പുഴയിൽ. ഇവിടെ ഖുറത്തും നെഹ്റൊക്കെ അറിയപ്പെട്ട ഖുറയും അറിയപ്പെട്ട നെഹ്റുമാണ്. അതുകൊണ്ടാണ് അൽ ഖുറ അൻ നെഹ്റു എന്നൊക്കെ ഉപയോഗിച്ചത്. ഇനി മാരിഫകളിലെ ആറാമത്തെ ബാബാണ് അൽ മുലാഫു ഇൽ മാരിഫ, മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദങ്ങൾ. അൽ മുലാഫു ഇസ്മുൻ നുസിബ ഇലസ്മിൻ ബഅദഹു ഫയക്സിബു ബിസബബി ഹാദിഹി നിസ്ബത്തി അത്തഅരീഫ അവി തഖ്സീസ. മുലാഫ് എന്നാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. നുസിബ ഇലസ്മിൻ ബഅദഹു, ശേഷം മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കപ്പെട്ട ഇസ്മിനാണ് മുലാഫ് എന്ന് പറയാം. ഫയക്സിബു, ഈ മുലാഫ് ഇലാഫത്തോടു കൂടെ അത് നേടിയെടുക്കും. ഫയക്സിബു ബിസബബി ഹാദിഹി നിസ്ബ, ഈ നിസ്ബ കാരണമായിട്ട്, ഇതിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ, ആ ചേർക്കുന്നത് കാരണമായിട്ട് ഈ ഇസ്മിന് ലഭിക്കും. ആ ഇസ്മ നേടിയെടുക്കും. അത്തഅരീഫ അവി തഖ്സീസ, തഅരീഫിനെയോ അല്ലെങ്കിൽ തഖ്സീസിനെയോ നേടിയെടുക്കും. തഅരീഫ് എന്ന് പറഞ്ഞാൽ മാരിഫയാവുക എന്നർത്ഥം. തഖ്സീസ് എന്ന് പറഞ്ഞാൽ മാരിഫയായിട്ടില്ലെങ്കിലും നിക്രയിൽ നിന്ന് വിട്ടു, അറിയപ്പെട്ട മുഅയ്യനായിട്ടില്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു തഖ്സീസ്, ചെറിയൊരു പ്രത്യേകത കഴിഞ്ഞ് ലഭിച്ചു. ഇതിനാണ് തഖ്സീസ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് മുലാഫിന് തഅരീഫ് ലഭിക്കുക, എപ്പോഴാണ് തഖ്സീസ് ലഭിക്കുക? അൽ മുലാഫു ഇലൽ മഅരിഫത്തി യക്സിബു തഅരീഫ്, മഅരിഫയായ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദം അത് തഅരീഫിനെ നേടും. ഉദാഹരണത്തിന് കലമു സൈദിൻ, സൈദിൻ്റെ പേന. ഇവിടെ കലമു എന്ന നക്കിറയായ ഇസ്മിനെ സെയ്ദ് എന്ന അലമിലേക്ക്, അലമ് മഅരിഫയാണല്ലോ, ഇങ്ങനെ ഒരു മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ കലമിന് തഅരീഫ് ലഭിച്ചു. കലമും ഇവിടെ മഅരിഫയാണ് എന്നർത്ഥം. കലമു സെയ്ദിൻ, അവിടെ സെയ്ദ് എന്ന മഅരിഫയിലേക്ക് കലമിനെ ഇലാഫത്ത് ചെയ്തു. അതുകൊണ്ട് കലമ് തഅരീഫിനെ നേടിയെടുത്തു. ഇവിടുത്തെ കലമ് മഅരിഫയാണ് എന്നർത്ഥം. ഇനി അടുത്തത് അൽ മുലാഫു ഇല നക്കിറത്തി, നക്കിറയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദമാണെങ്കിൽ അത് യക്സിബു തഖ്സീസ, ഇത് തഖ്സീസിനെ നേടിയെടുക്കും. ഉദാഹരണത്തിന് കലമു റജുലിൻ, ഒരു റജുലിൻ്റെ പേന. റജുലിൻ്റെ പേന എന്ന് പറയുമ്പോൾ അത് ഏത് റജുലാണെന്ന് നമുക്കറിയില്ല, നക്കിറയാണ്. അതുകൊണ്ട് കലമു റജുലിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തഅരീഫ് ലഭിക്കുന്നൊന്നുമില്ല. എന്നാലും ഒരു തഖ്സീസ് ലഭിച്ചിട്ടുണ്ട്. കാരണം കലമു ഇംറഅത്തിൻ പുറത്തു പോയല്ലോ, അങ്ങനെ പലതും പുറത്തു പോയി. ഇനിയിപ്പോൾ കലമു റജുലിൻ പുരുഷൻ്റെതാണെന്ന് കിട്ടി. അപ്പോൾ ചെറിയൊരു തഖ്സീസ് ലഭിച്ചു, തഅരീഫിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ നക്കിറയിൽ ചെറിയ പ്രത്യേകത അല്ലേ, ചെറിയൊരു പരിഗണന. ചെറിയൊരു പ്രത്യേകത. അത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പലതിനെയും പുറത്താക്കുക, പലതിനെയും പുറത്താക്കുക, ഞങ്ങൾക്ക് തഖ്സീസ് അറിയാം. ഇവിടെ ഇപ്പോൾ കലമു ഇമ്രത്തിൻ ഒക്കെ പുറത്തു പോയല്ലോ, റജുലിൻ്റെ പേന മാത്രമേ. നേരത്തെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ചെറിയ ഓപ്ഷനേ ഉള്ളൂ, പലതിനെയും പുറത്താക്കിയിട്ടുണ്ട്. എന്നാലും മഅരിഫി ആയിട്ടുമില്ല. പിന്നെ വൽ മുലാഫു ഇലൈഹി, മുലാഫ് ഇലൈഹി ആയിട്ട് വരുന്ന രണ്ടാമത്തെ പദം മുലാഫ് ഇലൈഹി. ഒന്നാമത്തെ പദമാണ് മുലാഫ്, ശേഷം വരുന്ന പദമാണ് മുലാഫ് ഇലൈഹി. ഇതിലെ മുലാഫ് ഇലൈഹി ഇസ്മുൻ, അതൊരു ഇസ്മായിരിക്കും. യഅ്തി ബഅദൽ മുലാഫ്, മുലാഫിന് ശേഷം വരുന്ന ഇസ്മിനാണ് മുലാഫ് ഇലൈഹി എന്നറിയാം. വഹുവ മജ്റൂറുൻ അബദൻ, അതെപ്പോഴും മജ്റൂർ ആയിരിക്കും, എപ്പോഴും മുലാഫ് ഇലൈഹിൻ്റെ ഇറാബ് ജറായിരിക്കും. അതേസമയം മുലാഫിൻ്റെ ഇറാബ് അതിൻ്റെ മുമ്പുള്ള ആമിലുകൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാവും. പക്ഷെ മുലാഫ് ഇലൈഹി എപ്പോഴും ജറായിരിക്കും ഉണ്ടാവുക.
ഉദാഹരണത്തിന് കലമു സെയ്ദിൻ. കലമു സെയ്ദിൻ എന്ന് പറയുമ്പോൾ കലമാണ് ആദ്യം വന്നത്, സെയ്ദാണ് പിന്നെ വന്നത്. അപ്പോൾ കലമു മുലാഫ്, മുലാഫിന് ശേഷം വരുന്ന പദം സെയ്ദിൻ, അത് മുലാഫിലേഹി. ഈ സെയ്ദിന് ജറാണ് ഉണ്ടാവുക, എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇറാബ്. മുലാഫിലേക്ക് എപ്പോഴും ജറായിരിക്കും ഉണ്ടാവുക. ഇലാഫത്തിൻ്റെ അവസരത്തിൽ യുഹദഫു തെൻവീനുൽ മുലാഫി ഇൻദൽ ഇലാഫത്ത്. ഇലാഫത്തിൻ്റെ അവസരത്തിൽ മുലാഫിൻ്റെ തെൻവീന് കളയപ്പെടും. ഇപ്പോൾ കലമുൻ എന്ന് പറയുമ്പോൾ അതിൽ തെൻവീനുണ്ട്, കലമുൻ. പക്ഷെ കലമുൻ എന്നതിനെ സെയ്ദിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ കലമു സെയ്ദിൻ, അവിടെ തെൻവീന് അവിടുന്ന് കളഞ്ഞു. ഇങ്ങനെ ഇലാഫത്തിൻ്റെ അവസരത്തിൽ തെൻവീന് കളയപ്പെടും. അതുപോലെ തന്നെ തുഹദഫു നൂനുൽ മുസന്ന വ നൂനു ജംഇൽ മുദക്കരി സാലിം. മുസന്നയുടെയും ജംഅ മുദക്കർ സാലിമിൻ്റെയും ഒക്കെ നൂനിനെയും കളയപ്പെടും ഇൻദൽ ഇലാഫത്ത്, ഇലാഫത്തിൻ്റെ സമയത്ത്. ഉദാഹരണം നോക്കൂ. അൽ ഐനാനി എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ. ഇവിടെ ഐനാനി എന്നുള്ളതിന് അലിഫുണ്ട്, അലിഫിന് ശേഷം നൂനുണ്ട് ഇവിടെ. അതിനകത്ത് അലിഫിന് ഇറാബിൻ്റെ അലിഫാണ്, ഇവിടെ ശേഷം ഒരു നൂനുണ്ട്, മുസന്നയ്ക്ക് വേണ്ടി വരുന്നൊരു നൂന്. ഈ നൂനിനെ കളയപ്പെടും. ഉദാഹരണത്തിന് ലമഅത്ത് ഐനാൽ ഖിത്തി, പൂച്ചയുടെ രണ്ട് കണ്ണുകൾ പ്രകാശിച്ചു. ഈ ഐനാനി എന്നതിനെ ഖിത്തിലേക്ക് ഇലാഫത്ത് ചെയ്തു. ഇലാഫത്തോടു കൂടെ ഇവിടെ ഐനാനി എന്നുണ്ടായിരുന്ന നൂനിനെ കളഞ്ഞു, വെറും ഐന എന്നായി മാറി. മുഅല്ലിമൂന എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ. ജാ മുഅല്ലിമൂൽ മദ്രസ, മദ്രസയിലെ മുഅല്ലിമീങ്ങൾ വന്നു. അവിടെ മുഅല്ലിമൂന എന്നതിനെ മദ്രസയിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ നൂനിനെ കളയപ്പെട്ടു. ഇങ്ങനെ ജംഅ മുദക്കർ സാലിമിലുള്ള നൂനിനെയും മുസന്നയിലുള്ള നൂനിനെയും ഒക്കെ ഇലാഫത്തിൻ്റെ അവസരത്തിൽ കളയപ്പെടും. അതുപോലെ തെൻവീനിനെയും ഇലാഫത്തിൻ്റെ അവസരത്തിൽ കളയപ്പെടും. ഇതൊക്കെ മുലാഫിൽ നിന്നാണ് കളയപ്പെടുക കേട്ടോ, മുലാഫ് ഇലൈഹിയിൽ നിന്ന് കളയില്ല. ഇപ്പോൾ സെയ്ദിൻ എന്നത് മുലാഫ് ഇലൈഹിയാണ്, അതിൽ തെൻവീനുണ്ട്, അതിന് കുഴപ്പമില്ല. പക്ഷേ മുലാഫിൽ നിന്ന് ഈ പറയപ്പെട്ട തെൻവീനിനെയും അതുപോലെ തന്നെ നൂനിനെയും ഒക്കെ കളയപ്പെടും. നൂനൻ തലിൽ ഇറാബ ഔ തെൻവീന മിമ്മാ തുലീഫു ഹദിഫ് കതൂരിസീന. തൂരിസീന, അവിടെ തൂറുൻ എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ പേരാണ്. സീന എന്ന് പറയുന്ന താഴ്വരകളുണ്ട്. സീന എന്ന് പറയുന്ന ഒരുപാട് മലകൾ കൂടിച്ചേർന്നൊരു പ്രദേശമാണ് സീന. ആ സീന എന്നതിലേക്ക് തൂറുൻ എന്നതിനെ ഇലാഫത്ത് ചെയ്തപ്പോൾ തൂറുൻ എന്ന മുലാഫിൽ നിന്ന് തെൻവീന് പോയി, അങ്ങനെ തൂരി സീന എന്നായി മാറി. ഇതാണ് ഇലാഫത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ചില ചോദ്യങ്ങളാണ്, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടോ. ചോദ്യത്തിലേക്ക് കടക്കാം. അഹദത്ത് ഫാത്തിമത്തു ഡാഷ്. അഹദത്ത് ഫാത്തിമത്തു കാണുന്നുണ്ടോ? 4 ഓപ്ഷൻ കാണുന്നില്ല. കലമയിൽ ഉസ്താദിന്ന് അല്ലേ, ഉസ്താദിൻ്റെ 2 പേന എടുത്തു. അവിടെ കലമിനെ മുസന്നയാക്കണം, ഇലാഫത്ത് ചെയ്യുകയും വേണം. പിന്നെ നസ്ബിൻ്റെ അവസരമായതുകൊണ്ട് യാവ് കൊണ്ടാണ് നസ്ബ് ഉണ്ടാവുക. അപ്പോൾ കലമയിൽ ഉസ്താദിന് ഉണ്ടാവുക. ഓക്കെ. പിന്നെ അൽ
ഇസ്മുൽ മൗസൂൽ മറ്റു. അടുത്ത ചോദ്യം, ഇഖ്തിർ ജുമൽ ആത്തിയ. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രോൾ ആവണില്ല? ഇഖ്തിർ സ്വഹീഹ മിനൽ ജുമലിൽ ആത്തിയ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് സ്വഹീഹായ ജുംല തിരഞ്ഞെടുക്കാൻ. കുന്തു അജ്ലിസു ഫി ഖാഅത്തിൽ ബൈത്തി നൗഫൽ അൽ ജമീല. ഉദ്ദേശത്തിലാണ് നൗഫലിൻ്റെ വീടിൻ്റെ ആ ഒരു ഹാളിൽ ഞാനിരുന്നു, ഭംഗിയുള്ള ഹാളിൽ ഞാനിരുന്നു, ഇരിക്കുന്നവനായിരുന്നു. കുന്തു അജ്ലിസു, ഞാൻ ഇരിക്കുന്നവനായിരുന്നു. ഫി ഖാഅത്തിൽ ബൈത്തി നൗഫൽ അൽ ജമീല. ഇതിൽ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇലാഫത്തും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ശരിയായ ജുംല ഏതാണ് തിരഞ്ഞെടുക്കാൻ. ഒന്നില്ലേ? ഓപ്ഷൻ സെലക്ട് ചെയ്തോ? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാവുമോ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ട്. എല്ലാവരും റീജോയിൻ ചെയ്തോ? ഒന്നാമത്തെ ഓപ്ഷനിൽ എന്ത് പ്രശ്നമുണ്ടോ? വേണ്ടല്ലോ. അൽ ബൈത്ത് വേണ്ട. ഫി ഖാഅത്തി ബൈത്തി നൗഫൽ അല്ലേ? നൗഫലിൻ്റെ വീട്. അപ്പോൾ ബൈത്ത് എന്നതിനെ നൗഫലിലേക്ക് നമ്മൾ ഇദാഫത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അലിഫ്ലാം വേണ്ട. ഇദാഫത്തിൻ്റെ അവസരത്തിൽ അലിഫ്ലാമൊക്കെ പോകും. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷനിൽ കുന്തു അജ്ലിസു ഫി ഖാഅത്തി ബൈത്തി നൗഫലിൻ അൽ ജമീല. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? രണ്ടാമത്തെ ഓപ്ഷനിൽ നല്ല വേണ്ടല്ലോ. ജമീലത്ത് കറക്റ്റ് അല്ലേ? എങ്ങനെ? ശരിയല്ലേ? ആണ്. അവിടെ അലിഫ്ലാം വേണ്ട. അലിഫ്ലാം വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആണല്ലേ? ബൈത്ത് എന്നുള്ളതിനെ മരിഫയിലേക്ക് മരിഫായില്ലേ? ബൈത്തിനെ നൗഫലിലേക്ക് ഇലാഫ ചെയ്തപ്പോൾ ബൈത്ത് മാരിഫയായി. പിന്നെ ഖാഅത്തിനെ ബൈത്തിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ ഖാഅത്തും മാരിഫയായി. ഖാഅത്തിൻ്റെ സിഫത്താണ് അൽ ജമീലത്ത് എന്നുള്ളത്. ബൈത്തിൻ്റെ അല്ല, അല്ല കൊടുക്കണം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ. ഓക്കെ, ഇതാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കാനുണ്ടായിരുന്നത്. വളരെ കുറഞ്ഞ ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ.